വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 5 മരണം. തുരങ്ക ജോലിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തുരങ്ക നിർമ്മാണത്തിനായി കുന്നിൻ ചെരുവിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കാത്തതാണ് അപകട കാരണമെന്നാണ് നിഗമനം. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാർ കമ്പനി പാലിച്ചില്ലെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. അതിതീവ്ര മഴ പെയ്തിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് നൽകാതിരുന്നതും ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. മീനാക്ഷി പാലത്തിനടുത്തുള്ള കുന്നിന്റെ ചരിവിൽ ചെങ്കുത്തായി കൂട്ടിയിട്ട മണ്ണൊന്നാകെ ഇടിഞ്ഞ് കുത്തിയൊലിച്ച് പുഴയിലേക്കും റോഡിലേക്കും പതിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. വെള്ളവും ചെളിയും കുത്തിയൊലിച്ചിടിഞ്ഞിറങ്ങി വരുന്നത് കണ്ടവർ ഭയന്ന് ചിതറിയോടി. ടാങ്കർ ലോറിയും ബസ്സുമടക്കം വാഹനങ്ങൾ ഒപ്പം ഒഴുകി വന്നു. ഇരച്ചെത്തിയ ചെളിമണ്ണിനേക്കാൾ വേഗം കുറഞ്ഞവരെല്ലാം അടിയിൽപ്പെട്ടു. ചിലർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. எப்படி வந்தோம்னு எங்களுக்கு தெரியல. ஓடி வந்தது தான் தெரிஞ்சு. திருப்பி அந்த ஹோட்டல் கிட்ட விழுந்தது மட்டும் தான் எனக்கு தெரிஞ்சு. திருப்பி எப்படி வந்தோம்னு தெரியல. മുകളിൽ നോക്കിയിട്ടിരുമ്പോൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന്. നേരത്തെ കണ്ട ദൃശ്യത്തിലെ യുവാവ് അപകടം അടുത്തെത്തുന്നതിന് മുമ്പ് ഫോണിൽ പകർത്തിയ ഈ ദൃശ്യത്തിൽ ദുരന്തത്തിന്റെ വലുപ്പം വ്യക്തമാണ്. മണ്ണിടിഞ്ഞിറങ്ങി തൊഴിലാളികളുടെ ഷെഡിന് മീതെയാണ് പതിച്ചത്. അതിനടുത്ത് നിന്നവരും അപകടത്തിൽ പെട്ടുകാണാം. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിലുൾപ്പെടെ ഇടിഞ്ഞു താണു. കുന്നിന്റെ മുകളിൽ നിന്നുള്ള ചെളിവെള്ളം ഗതി തിരിച്ചുവിടുന്നതിനായി 3 മണ്ണുമാന്തി യന്ത്രങ്ങളും 10ഓളം തൊഴിലാളികളും ഉണ്ടായിരുന്നുവെന്ന് സ്ഥലത്തുള്ളവർ പറയുന്നു. തൊഴിലാളികളുടെ ഷെഡിലും നിരവധി പേരുണ്ടായിരുന്നു. സമീപത്തെ പള്ളിക്കും നിരവധി വാഹനങ്ങൾക്കും മീതെ മണ്ണ് വന്ന് മൂടി. പാറയ്ക്ക് മുകളിലാണ് ഈ മണ്ണ് നിൽക്കുന്നത്. ഇവിടെ 1.5 കിലോമീറ്ററോളാണ് സാധാരണ ഇവിടെ മണ്ണ് ഉണ്ടാകുക. അപ്പോൾ അതിനടിയിലുള്ള മണ്ണ് ഇവർ തുരന്നു. അത് മഴ പെയ്തപ്പോൾ അതിങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഇവർ ജോലി നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാഷ്വാലിറ്റി കുറഞ്ഞത്. എത്ര പേർ മണ്ണിനടിയിൽപ്പെട്ടുവെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ദുരന്ത നിവാരണ അഗ്നിരക്ഷാ സേനകളും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതിഥി തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ദുരന്തത്തിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നീക്കാൻ കളക്ടർ ഉത്തരവുമിറക്കിയിരുന്നു. പക്ഷേ കരാറുകാർ അനുസരിച്ചില്ല. 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. മീനാക്ഷി പാലം അപകടാവസ്ഥയിലായതോടെ മേപ്പാടി ചൂരൽമല റോഡിന് ഇരുപുറവുമുള്ളവർ ഒറ്റപ്പെട്ടു. പാലത്തിനപ്പുറമുള്ള മേപ്പാടി വെള്ളാർമല സ്കൂളുകളിലെ കുട്ടികൾ തിരിച്ചു വരാനാകാത്ത നിലയിലാണ്. ഇവരെ തത്കാലം സ്കൂളിൽ തന്നെ സംരക്ഷിക്കാനാണ് തീരുമാനം. പ്രദേശത്തെ നിരവധി വീട്ടുകാരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും ദുരന്ത ഭൂമിയിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഹോസ്പിറ്റലിലുള്ളതായിരിക്കുന്ന ആളുകളുടെ സാഹചര്യം കൂടുതൽ പേരും ബുദ്ധിമുട്ടില്ലാത്തതായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും നടന്നു പോകുന്ന വഴിയോ മറ്റോ ഇതിൽ പെട്ടോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വയനാട് മേപ്പാടിയിൽ ഇന്നലെ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്.
24 മണിക്കൂറിൽ 226 മില്ലിമീറ്റർ മഴ. എന്നിട്ടും നൽകിയത് യെല്ലോ അലേർട്ട്. 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം എന്നാണ് നിയമം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് അപകടശേഷം മാത്രമാണ്. 2024 ജൂലൈയിലെ വയനാട് മഹാദുരന്തത്തിന്റെ 2ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തം. അന്നത്തേത് പ്രകൃതി ദുരന്തമായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യനിർമ്മിതം എന്ന നിഗമനത്തിലേക്കാണ് സാഹചര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് മലയാളം, വയനാട്.